തലയെടുപ്പോടെ ഇന്ത്യ. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യ മുഖ്യാതിഥി. പാകിസ്ഥാന് എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അബുദാബിയിലെത്തി. 57 അംഗ രാഷ്ട്രങ്ങളുടെ സംഘടനയുടെ 46ാമത് ദ്വിദിന സമ്മേളനത്തെ മന്ത്രി അഭിസംബോധന ചെയ്യും. UAE വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സുഷമ സ്വരാജ് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയത്. പലവട്ടം പാകിസ്ഥാൻ ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. സമ്മേളനത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യത്തെ പാകിസ്ഥാൻ എതിർത്തുവെങ്കിലും അംഗരാഷ്ട്രങ്ങൾ ഇത് തള്ളുകയായിരുന്നു. ഇത് ആദ്യമായാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നത്. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ സമ്മേളനത്തിൽ പ്രധാന ചർച്ചയാകും. അതുതന്നെയായിരിക്കും സുഷമ സ്വരാജ് ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കുകയും. സുഷമ സ്വരാജ് പങ്കെടുത്താൽ സമ്മേളനം ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി നേരത്തെ അറിയിച്ചിരുന്നു. ബാലക്കോട്ട് വ്യോമാക്രമണത്തെ തുടർന്ന് മുഖം നഷ്ടപ്പെട്ട പാകിസ്ഥാന്റെ ബഹിഷ്കരണ ഭീഷണിയെ UAE തള്ളിക്കളയുകയായിരുന്നു. അതായത് ഓലപ്പാമ്പ് കാണിച്ചു പാകിസ്ഥാൻ പേടിപ്പിക്കേണ്ട, അംഗരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യക്കൊപ്പമാണ്, ലോകരാഷ്ട്രങ്ങളും ഇന്ത്യക്കൊപ്പമാണ്. പ്രത്യേകിച്ചും അതിർത്തി കടന്നുള്ള തീവ്രവാദം, ഭീകരവാദം പാകിസ്ഥാൻ വളം വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പലപ്പോഴായി ഇന്ത്യയും മറ്റ് അതിർത്തി രാജ്യങ്ങളും ചൂണ്ടിക്കാണിയിട്ടും പാകിസ്ഥാൻ അണുകിട മാറുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായുള്ള ക്ഷണം ഇന്ത്യക്ക് തലയെടുപ്പ് ഒന്നുകൂടി കൂട്ടാനുള്ള അവസരമാക്കിയിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എത്തിയിരിക്കുന്നു അബുദാബിയിൽ. പ്രത്യേകിച്ചും ആദ്യമായാണ് ഒരു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നത്. 57 അംഗ രാഷ്ട്രങ്ങളുള്ള സംഘടനയുടെ 46ാമത് സമ്മേളനം, 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായ നിലപാടുകൾ പ്രധാനമായും ചർച്ച ചെയ്യും. പ്രത്യേക ക്ഷണമുണ്ട് സുഷമ സ്വരാജിന്. അതുതന്നെയാണ് ഇന്ത്യക്ക് അഭിമാനം കൂട്ടുന്നതും. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം നയതന്ത്ര ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിൽ കൊടുത്ത ഒരു വലിയ പ്രാധാന്യമുണ്ട്. മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത പല നിലപാടുകൾ, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ നയതന്ത്ര ബന്ധങ്ങൾ, ഇപ്പോൾ പ്രത്യേക ക്ഷണം ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ പാകിസ്ഥാന് ലഭിക്കാതെ ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ അതുതന്നെയാണ് പാകിസ്ഥാനെ വിറൽ പിടിപ്പിക്കുന്നതും. അതായത് പലവട്ടം പാകിസ്ഥാൻ പറയുന്നുണ്ട് മാറി നിൽക്കും, ഇന്ത്യ പങ്കെടുത്താൽ പങ്കെടുക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി പാകിസ്ഥാന്റെ മന്ത്രി അറിയിച്ചിരുന്നു. പക്ഷേ അതൊന്നും ലോകരാഷ്ട്രങ്ങളെ, അംഗരാഷ്ട്രങ്ങളെ ഇതിൽ നിന്നൊന്നും പിന്തിരിപ്പിച്ചില്ല. പ്രത്യേകിച്ചും പാകിസ്ഥാൻ പുൽവാമയിൽ നടത്തിയ ആ ഒരു വലിയ സമ്മർദ്ദ തന്ത്രമുണ്ട്, ഇന്ത്യക്ക് നേരെ നടത്തിയ ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിയെ ഇന്ത്യ നിഷ്പ്രഭമാക്കി എന്നുള്ള തിരിച്ചറിവ് ലോകത്തിന് മുഴുവൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് പിന്നിൽ ഇപ്പോൾ ശക്തമായി അണിനിരന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങൾ ഇനി നിയന്ത്രിച്ചില്ലെങ്കിൽ പൂട്ട് വീഴും, അങ്ങനെ ഇന്ത്യ പൂട്ടിട്ടാൽ അതിനൊപ്പം മൗനമായി കൂടെ നിൽക്കും എന്നുള്ള സൂചനകൾ ഡൊണാൾഡ് ട്രംപിന്റെയും ഫ്രാൻസിന്റെയും റഷ്യയുടെയും ഒക്കെ, പ്രത്യേകിച്ച് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ വലിയ ഗൗരവമുള്ള ഇടപെടൽ വേണമെന്ന് ഇന്ത്യക്ക് വേണ്ടി മുറവിളി കൂട്ടിയതാണ്. പ്രത്യേകിച്ചും അതിർത്തി രാജ്യങ്ങളുടെ കാര്യം വരുമ്പോൾ പാകിസ്ഥാനോട് ഒരു പ്രത്യേക സ്നേഹം കാണിക്കുന്ന ചൈന, മസൂദ് അസറിനോട് ഒരു പ്രത്യേക ഇഷ്ടം കാണിക്കുന്ന ചൈനയുടെ നിലപാട് ഒഴിച്ചാൽ ബാക്കി അതിർത്തി രാജ്യങ്ങൾ, ബംഗ്ലാദേശും നേപ്പാളും ഒക്കെ ഇന്ത്യക്കൊപ്പം തന്നെയാണുള്ളത്. ഏതായാലും അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം, ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യക്ക് മുന്നിലില്ല. അതിന്റെ സൂചനകൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്ക് ഇന്ന് 2 തലയെടുപ്പാണുള്ളത്. ഒന്ന്, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ആ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ഇന്ത്യ, സുഷമ സ്വരാജ് വരുന്നു. ഒപ്പം ഇന്ത്യയുടെ അഭിമാനമായ അഭിനന്ദ് വർത്തമാൻ മടങ്ങി വരുന്നു. വീരോചിതമായ വരവേൽപ്പ് രാജ്യത്തിന് ഇന്ന് ഈ ഒരു ദിവസം മാർച്ച് 1, 2019 ഇന്ത്യയുടെ ശിരസിൽ ഒരു പൊന്തൂവൽ കൂടിയാണ് ഈ ദിനം പ്രതിരോധ മേഖലയിൽ, നയതന്ത്ര മേഖലയിൽ ഇന്ത്യയുടെ കരുത്ത്, ശക്തി എന്താണെന്ന് ലോകത്തിന് പാകിസ്ഥാന് കാണിച്ചു കൊടുത്തൊരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ടും നയതന്ത്ര മേഖലയിൽ ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ശ്രമം, ആ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ പാകിസ്ഥാന്, അടുത്തുപോലും വരാൻ പാകിസ്ഥാന് സാധിക്കാതെ പോയതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ത്യയുടെ തലയെടുപ്പിന് മുന്നിൽ പാകിസ്ഥാൻ നിഷ്പ്രഭമാകുന്നു എന്നതിന്റെ സൂചനകൾ. അതായത് തുടക്കത്തിൽ തന്നെ ഇമ്രാൻ പറയുന്നുണ്ട് ഒരവസരം കൂടി തരണമെന്ന്. പിന്നീട് അതിൽ മൗനം പാലിച്ച് പ്രധാനമന്ത്രി ഇരുന്നതിനിടയിലാണ് പാക് വിമാനങ്ങൾ വീണ്ടും അതിർത്തി കടന്നു വന്നത്. ഇന്ത്യ ശക്തമായി
തിരിച്ചടിച്ചതും. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ മുട്ടുമടക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ അഭിനന്ദൻ വർത്തമാൻ മടങ്ങി വരുന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യ തലയെടുപ്പോടെ നിൽക്കുന്നു. ഇത് തന്നെയാണ് രാജ്യം ഈ മണിക്കൂറിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്ത.